ഹർഷിന സമാനമായ വേദന ഹർഷിന അറിഞ്ഞതാണ്. 5 വർഷക്കാലം ഇതുപോലെ ഒരു കത്രിക വയറ്റിൽ കൊണ്ടു നടന്നതാണ്. മൂത്രത്തിൽ പഴുപ്പും സകലമായ വേദനകളും കൂടി ആശുപത്രികൾ തോറും കയറി ഇറങ്ങിയതാണ്. ആശുപത്രികൾ കയറി ഇറങ്ങുന്നതിനിടയിൽ ഭർത്താവിനുണ്ടായിരുന്ന ഒരു കട കൂടി ഉപജീവന മാർഗം അടഞ്ഞതാണ്. ജീവിതം നാനാവിധമായതാണ്. ഏറ്റവും ഒടുവിൽ 2 ലക്ഷം രൂപ സർക്കാർ നക്കാപ്പിച്ച പോലെ കനിഞ്ഞരളിയതാണ്. ഹർഷിന വേണ്ട എന്ന് പറയാനുള്ള ആത്മാഭിമാനം കാണിച്ചതാണ്. ഈ വാർത്ത കേട്ടപ്പോൾ ആദ്യം തോന്നി എന്താണ് ഹർഷിന? ഈ വാർത്ത ഇന്നലെ രാത്രി 10 മണിക്കാണ് ഞാൻ കേൾക്കുന്നത്. ആ വാർത്ത കേട്ടപ്പോൾ ആദ്യമായിട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. അങ്ങനെ സെയിം അതേ ഒരവസ്ഥയിൽ 5 വർഷം വയറ്റിൽ കത്രിക എന്ന് പറയുമ്പോൾ ഉള്ളതാണോ എന്നുള്ള ഒരു സംശയം വന്നു. പിന്നെ ഉറപ്പായപ്പോൾ ശരിക്കും ഞാൻ ആ ഒരു സമയത്ത് അനുഭവിച്ച, അല്ലെങ്കിൽ അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വേദന ശരിക്കും ഞാൻ ഒന്നും കൂടെ അനുഭവിക്കുമായിരുന്നു. കാരണം അത്രയും കാലം അനുഭവിച്ച വേദന എത്രത്തോളം ഉണ്ടെന്നറിയാം. ഇങ്ങനെ ഇനി ജീവിതത്തിൽ ഒരാൾക്കും ഉണ്ടാവരുതേ എന്നാണ് ഓരോ നിമിഷവും ഞാൻ പ്രാർത്ഥിക്കല്. അത്രക്കധികമാണ് ആ വേദനൻ്റെ പവർ. അപ്പം സെയിം അവസ്ഥയിൽ വേറൊരാളെയും കൂടെ കാണുമ്പോൾ ആ ഒരു എന്ന് പറഞ്ഞാൽ അവരെ ഒരു മാനസികാവസ്ഥ, ഇപ്പോൾ വയറിൻ്റെ ഉള്ളിൽ കത്രിക ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവർ നിൽക്കുന്ന ഒരവസ്ഥ. ഇനി അത് പുറത്തെടുക്കണമല്ലോ. ഞാൻ പോലും അറിയുന്നത് എൻ്റെത് വയറ്റിൽ നിന്ന് പുറത്തെടുത്തതിന് ശേഷം എന്തോ ഒരു ലോഹ കഷ്ണം എന്ന് മാത്രമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു സൂചി പൊട്ട് അത്രയൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവരിപ്പോൾ ആ ഒരു കത്രിക ആണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ നിൽക്കുന്ന ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ അത്രയും ഭയാനകമായിരിക്കും തന്നെയാണ്. കാരണം ഞാൻ ആ ഒരു നാളെ ഓപ്പറേഷൻ ചെയ്യുമെന്ന് പറയുമ്പോൾ തലേ ദിവസം എനിക്കുണ്ടായിരുന്നൊരു മാനസികാവസ്ഥ എപ്പോഴും മനസ്സിലേക്ക് വരുമ്പോൾ ഞാൻ അത്രയും തളർന്നു പോയൊരവസ്ഥയായിരുന്നു. ഒരു ഓപ്പറേഷനും കൂടെ ഇനി ശരീരത്തിന് താങ്ങുമോ? അല്ല, അതിനുശേഷവും ഹർഷിനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ മാറിയിട്ടില്ല. ഇപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഉഷ ചേച്ചിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറട്ടെ, പക്ഷേ ഹർഷിനയുടെ അനുഭവത്തിൽ അത്ര പെട്ടെന്ന് കത്രിയെടുത്ത് മാറ്റിയാൽ മാറുന്ന ആരോഗ്യ പ്രശ്നങ്ങളല്ല അതിന് തുടർ ചികിത്സകളൊക്കെ. ഇപ്പോൾ അന്ന് ഹർഷിനയുടെ കാര്യത്തിൽ പറഞ്ഞത് മാപ്രേ അത് കത്രികയല്ലടാ ഫോഴ്സപ്സാ എന്നായിരുന്നു പ്രചരണം. ഇന്നിപ്പോൾ ഈ പറയും മാപ്രേ അത് കത്രികയല്ല, എന്തോ മാക്കോട്ടെ, എന്തോ മസ്കിറ്റോ വേറെന്തോ സാധനമാണ്. എന്തോ ആണെങ്കിലും ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇരുമ്പ് കഷ്ണം, കത്രിക പോലെ ഇരിക്കുന്ന ഇരുമ്പ് കഷ്ണം അതാണ്. ശ്രീമതി ഹർഷിനയുടെ ചോദ്യം ഉണ്ടായപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞു, ഒന്ന് കേൾക്കാം. ഹർഷിനയുടെ കേസ് റിപ്പോർട്ട് തേടൽ മാത്രമാണോ ഉണ്ടായേ? ഹർഷിനയുടെ കേസ് എന്നുണ്ടായതാണ്? ഹർഷിനയുടെ വിഷയം ഹർഷിന 2017 അവസാനമായിട്ട് സിസേറിയൻ ചെയ്തത്. അപ്പോൾ ഹർഷിന പറഞ്ഞ കാര്യം അതിന് മുൻപാണോ 2017 2014 17 അറിയില്ല എന്നാണ് ആദ്യം ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ 2017 എന്ന് ഹർഷിന പറഞ്ഞത് സർക്കാർ അത് മുഖവിലക്കെടുത്തു. അതിനുശേഷം പല അന്വേഷണങ്ങൾ വെച്ചു. പക്ഷെ അതിലൊന്നും എന്നാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയില്ല. മന്ത്രിസഭയിലേക്ക് ഈ വിഷയം കൊണ്ടുവന്നിട്ട് ഒരു സമാശ്വാസം എന്നുള്ള നിലയിൽ ആദ്യം ഒരു 2 ലക്ഷം രൂപ അനുവദിച്ചു. അത് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനമാണ്. പോലീസിന് കൈമാറി. പിന്നെ അടുത്ത വകുപ്പിലേക്ക് വന്ന കാര്യം എന്താണ്? ഈ ആരോഗ്യ പ്രവർത്തകരെ, ഇൻവോൾവ് ആയിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനുള്ള അനുവാദം വകുപ്പിന്റെ തേടി. എന്നിട്ട് എന്തായി ഹർഷിന? ആ കേസ് സ്റ്റേ ആയി. ഹർഷിന പറഞ്ഞത് സത്യമാണെന്ന് ഉറപ്പില്ലല്ലോ കേട്ടോ. ഹർഷിന പറഞ്ഞത് മുഖവിലക്കെടുത്ത് സർക്കാർ എന്തോ ഔദാര്യം പോലെയാണ്. എന്നിട്ട് 2 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. ഹർഷിന ഇത് വാങ്ങിയില്ല. സർക്കാർ ഹർഷിനയ്ക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തോ? സമാശ്വാസം എന്ന് പറയുന്ന ഇപ്പോഴും ഈ ഒരു സമയത്താണ് മന്ത്രി അങ്ങനെ ഒരു വേർഡ് ഉപയോഗിക്കുന്നത് പോലും. അപ്പോൾ ഹർഷിനക്ക് നഷ്ടപരിഹാരമായിട്ട് മന്ത്രിസഭാ യോഗം കൂടിയിട്ട് 2 ലക്ഷം രൂപ പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സംസാരവും ഇനി അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച മന്ത്രിയാണ് ഇപ്പോൾ സമാശ്വാസമായിട്ട് ആദ്യമായിട്ട് എന്നൊക്കെ പറഞ്ഞ് വെക്കുന്നത്. അപ്പം രേഖാമൂലം നമ്മളെ കയ്യിലുണ്ട്, ആ നോട്ടീസ് നമ്മൾ കൈ പറ്റിയിട്ടുണ്ട്. പക്ഷേ പൈസ നമ്മൾ വാങ്ങിച്ചിട്ടില്ല. കാരണം നമ്മൾ അനുഭവിച്ച വേദന പോട്ടെ, നമ്മൾ ഇത്രയും 5 വർഷം കൊണ്ട് ഇപ്പോഴും ചികിത്സയിലാണ്. 5 വർഷം കൊണ്ട് നമ്മൾ അറിയാതെ ചികിത്സിച്ച ലക്ഷക്കണക്കിന് രൂപ. അപ്പോൾ അതിൻ്റെ ഒരു ശതമാനം പോലും നമ്മൾ എന്താ പറയുക, അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പെട്രോൾ അടിച്ച ക്യാഷ് പോലും ആവില്ല എന്ന് പറയാം. അത്രയും തുച്ഛമായൊരു പൈസ തന്നിട്ട് ഹർഷിനക്ക് നഷ്ടപരിഹാരം തരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അല്ല ഹർഷിന, പാലക്കാട് ഹർഷിനക്ക് ഇത്ര പ്രായമുണ്ടെന്ന് പറയാമല്ലോ. പാലക്കാട് ജീവിച്ചു തുടങ്ങും പോയ ഒരു കുഞ്ഞിന്റെ കൈ മുറിച്ചു കളഞ്ഞു. ഒരു വെപ്പ് കൈ വെച്ച് കൊടുക്കുന്നില്ല സർക്കാർ. അതിനുള്ള സഹായം ചെയ്തില്ല. പിന്നെയാണോ ഹർഷിനയുടെ കാര്യം നോക്കും എന്ന് വ്യാമോഹിക്കുക? ഇടയ്ക്ക് ഹർഷിനോട് സമരപന്തലിലേക്ക് ആരോഗ്യമന്ത്രി വന്നതാണ്. ഹർഷിനോട് സമരപന്തലിലേക്ക് ആരോഗ്യമന്ത്രി വന്നതാണ്. ഹർഷിനെ കെട്ടിപ്പിടിച്ച് ആരോഗ്യമന്ത്രി മധുരവാക്കുകൾ പറഞ്ഞതാണ്. മധുരവാക്കുകൾ മാത്രം ഒതുങ്ങി. അന്ന് കെട്ടിപ്പിടിച്ച് അരമണിക്കൂർ നേരം മുഖാമുഖം ഇരുന്നിട്ട് ഞാൻ അനുഭവിച്ച വേദനകളും ഞങ്ങൾക്ക് ചെലവായ ഈ ഒരു എത്രത്തോളം ചികിത്സാ ചെലവുകളും എല്ലാ കാര്യങ്ങളും ഞാൻ അനുഭവിക്കാനിരിക്കുന്നതും ഡോക്ടേഴ്സ് പറഞ്ഞതായ മുഴുവൻ കാര്യവും പറഞ്ഞിട്ട് ഹർഷിനക്ക് നഷ്ടപരിഹാരം നമുക്ക് ഇത്ര
ഇത്രയെങ്കിലും കിട്ടണം എന്നുള്ള രൂപത്തിൽ വരെ പറഞ്ഞിട്ട് അതെല്ലാം ഉറപ്പ് നൽകിയിട്ട് ഇവർക്കെതിരെ നടപടിയും ഉറപ്പ് തന്നിട്ട് 15 ദിവസത്തിനുള്ളിൽ ഇതൊക്കെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞാണ് ആരോഗ്യമന്ത്രി അന്ന് അവിടെ നിന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് പോയത്. ആ ആരോഗ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് ഹർഷീനയ്ക്ക് റിപ്പോർട്ട് തേടൽ മാത്രമാണോ നടന്നിട്ടുള്ളത്, അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നടന്നിട്ടുള്ളതെന്ന് ആരോഗ്യമന്ത്രി പറയണം. സമാശ്വാസം എന്നുള്ള നിലക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ അന്ന് വാങ്ങുമായിരുന്നു, ചികിത്സാ ചെലവിലേക്ക് അല്ലെങ്കിൽ സമാശ്വാസം എന്ന നിലക്ക് ആണെങ്കിൽ തീർച്ചയായും 5 വർഷം വയറ്റി കത്രികയായിട്ട് കൊടുംവേദന അനുഭവിച്ച് 10-20 ലക്ഷം രൂപ ചികിത്സക്ക് ചെലവാക്കി 2 ലക്ഷം എന്തോന്ന് സമാശ്വാസം? അത് തന്നെ. പിന്നെ പറയുന്നു പോലീസിന് കൈമാറി. പോലീസിന് നമ്മൾ കൊടുത്ത പരാതിയിൽ അന്വേഷണം ആരംഭിച്ച് 2 മാസം കഴിഞ്ഞിട്ട് പിന്നെ ആരോഗ്യവകുപ്പിൻ്റെ വക ഒരു കൈമാറ്റത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആവശ്യം അവിടെ വന്നിട്ടേ ഇല്ല. കാരണം അത്രയും പോലീസിന് എല്ലാ തെളിവുകളോടും കൂടി സാക്ഷിമൊഴികളോടും കൂടി അവർ തന്നെ അന്വേഷിച്ച് അത് കണ്ടെത്തി. ഇനി റിപ്പോർട്ട് വരട്ടെ, ഞങ്ങൾ നടപടി എടുക്കാമെന്ന് പറഞ്ഞു. റിപ്പോർട്ട് വന്നു, കോടതിയിൽ ചാർജ് ഷീറ്റ് സമർപ്പിച്ചു. മെഡിക്കൽ കോളേജിൽ 2017 നടന്ന സർജറിയിലാണ് എന്നും ആരൊക്കെയാണ് ഇതിൻ്റെ കുറ്റക്കാർ, ആരൊക്കെയാണ് പ്രതികൾ എന്നുള്ള മുഴുവൻ കണ്ടുപിടിച്ചിട്ട് എന്ത് നടപടി എടുത്തു ആരോഗ്യവകുപ്പ് അവർക്കെതിരെ? എന്ത് നടപടി? നമുക്ക് എന്ത് പരിഹാരം? എന്തെങ്കിലും സമാശ്വാസം പോട്ടെ. വെറുതെ റിപ്പോർട്ട് തേടലും അന്വേഷണം ആവശ്യപ്പെടലും റിപ്പോർട്ട് ചട്ടത്തൊക്കെ അല്ലാതെ വിളപ്പിൽശാലയിൽ മരിച്ചുപോയ ബിസ്മൂറിന്റെ ഭാര്യ, ഇവരൊക്കെ ഈ സംവിധാനത്തിന്റെ രക്തസാക്ഷികളാണ്. ബിസ്മൂറിന്റെ ഭാര്യ ജാസ്മിൻ കൂടി ചേരുന്നു. ശ്രീമതി ജാസ്മിൻ, ഇവിടെ താങ്കൾക്ക് ഭർത്താവിനെ നഷ്ടമായിട്ട് അധിക നാളായിട്ടില്ല, അതിന്റെ വേദനയിൽ നിന്ന് കരകയറിയിട്ടുമില്ല, എനിക്കറിയാം. പക്ഷേ അന്ന് ജാസ്മിൻ നമ്മളെ അടക്കം ചർച്ചയിൽ സംസാരിക്കാൻ തീരുമാനിച്ചത് ഭർത്താവിനെ നഷ്ടപ്പെട്ട വേദന കൊണ്ട് മാത്രമായിരുന്നില്ല, ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്നുള്ളത് കൊണ്ടുകൂടിയായിരുന്നു. അതിനുശേഷം ഉണ്ടായത് എന്താണ്? അതിനുശേഷം ഉണ്ടായത് പുറത്തുവിട്ട വാർത്ത വ്യാജമാണെന്ന് വരുത്തി തീർക്കാൻ കൊണ്ടുപിടിച്ച PR വർക്ക് നടന്നു. ആ വാർത്ത പുറത്തു കൊണ്ടുവന്ന മേഘനയെ വായി തോന്നിയ വൃത്തികേട് മുഴുവൻ സൈബർ സ്പേസിൽ അവർ പറഞ്ഞു. താങ്കളെ പോലും സൈബർ സ്പേസ് വെറുതെ വിട്ടില്ല. എന്നിട്ടൊരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാക്കി. നിയമസഭയിൽ ആരോഗ്യമന്ത്രി പറഞ്ഞു ഒരു വീഴ്ചയുമില്ല. അന്വേഷണ റിപ്പോർട്ടിൽ ആത്യന്തികമായി ചോദിക്കേണ്ടത് ആരോടാണ്? താങ്കളോടാണ്. ഒരൊറ്റ വാക്ക് ചോദിച്ചോ ജാസ്മിൻ? ഇല്ല സർ, പരാതിക്കാരൻ ഞങ്ങളാണ്. പക്ഷേ ഞങ്ങളോട് ഫോണിലോ നേരിട്ടോ ഒന്നും ബന്ധപ്പെടാതെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകുന്നത്. മന്ത്രി അതുകൊണ്ട് നിയമസഭയിൽ അങ്ങ് അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ബാക്കിയുള്ളവരെല്ലാവരും ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ ഞങ്ങളിപ്പോൾ പ്രതിസ്ഥാനത്താണ് എല്ലായിടത്തും. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരുപാട് മോശപ്പെട്ട കമൻറ്റുകളും ഒരുപാട് കോളുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ ചെയ്ത തെറ്റെന്താണ് സാർ? എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ ആശുപത്രിക്കാരുടെ അനാസ്ഥ കാരണം അവർ കൊന്നു കളഞ്ഞതാണ്. ആ രീതിയിൽ തന്നെ പറയണം. ഒരു CPR കൊടുത്തില്ല, പൾസ് നോക്കിയിട്ടില്ല, BP നോക്കിയിട്ടില്ല, സാച്ചുറേഷൻ നോക്കിയിട്ടില്ല, ഒന്നും നോക്കിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ന്യൂനപക്ഷ കോടതിയിൽ കമ്മീഷനിൽ മാത്രമാണ് ഞങ്ങൾ ഹിയറിങ്ങിന് വിളിച്ചത്. അതിൽ 7 മിനിറ്റിൽ ഞങ്ങൾ പുറത്തിറങ്ങുന്നു എന്ന് കറക്റ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ അവർ കൊടുത്ത റിപ്പോർട്ടിൽ ഒരു 10-15 മിനിറ്റിനുള്ള എല്ലാ ചികിത്സയും അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലായിക്കോട്ടെ ഇത് തെറ്റാണെന്ന്. പക്ഷേ ആരോഗ്യമന്ത്രിക്കും മറ്റുള്ളവർക്കും ഇതൊന്നും മനസ്സിലാവുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഈ പറയുന്ന എല്ലാ വ്യക്തികളെ പോലെ തന്നെ ഞാനും ഇപ്പോൾ സത്യം പറഞ്ഞാൽ വിശ്വാസമില്ല സാർ. സാർ ആദ്യം ഇത് തുടങ്ങുന്ന സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു ഒന്നും നടക്കില്ല ജാസ്മിൻ, ഇങ്ങനെ വെറുതെ ഒരു റിപ്പോർട്ട് തേടലല്ലാതെ വേറെ ഒന്നും നടക്കില്ല എന്ന്. ആദ്യം ഞാനത് വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഇപ്പോൾ എൻ്റെ കുടുംബം അനാഥമായതുപോലെ നിൽക്കുകയാണ്, ഞാനും എൻ്റെ മക്കളും വഴിയിലായതുപോലെ നിൽക്കുകയാണ്. അതിനെതിരെ എന്താണെന്നുള്ള ചോദ്യം പോലും വന്നിട്ടില്ല. അതിനുശേഷം അവിടുത്തെ ഡോക്ടർമാരൊന്നും രാജിവെച്ച് പോയി, അങ്ങോട്ട് ഡോക്ടർമാരില്ല. അതിന് കാരണം ജാസ്മിനാണ് എന്ന കുറ്റപ്പെടുത്തൽ ബാക്കി അല്ലേ? സാർ 1-ാം തീയതി അവിടുത്തെ സൂപ്രണ്ട് ഡോക്ടർ രമ അവിടെ നോട്ടീസ് ഒട്ടിച്ചു. ബിസ്മീറിൻ്റെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് രാത്രി നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 ഡോക്ടേഴ്സ് രാജിവെച്ചു എന്ന്. അന്ന് നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു ഡോക്ടറാണ്. അപ്പോഴും അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, എന്തിനാണ് മറ്റേ ഡോക്ടർ രാജിവെച്ചതെന്ന്. അപ്പോൾ തന്നെ നമുക്ക് എടുത്തു പറയാമെന്നുള്ളതാണ്, ഇവിടുത്തെ ഈ സിസ്റ്റം ശരിയല്ല എന്നും അവിടെ ഇനി നിന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരനും പ്രശ്നം ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടല്ലേ പോയത്. അതും എൻ്റെ ഭർത്താവിൻ്റെ പേരിനെ വെച്ചിട്ടാണ് അവിടെ നോട്ടീസ് തന്നെ ഇറക്കുന്നത്. അതിൽ തന്നെ എന്ത് മാന്യതയാണുള്ളത്? ഞാൻ ഈ പരാതി കൊടുക്കുമ്പോൾ എടുത്തു പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി ഒരു കുടുംബം ഇങ്ങനെ അനാഥമാവരുത്, അതുകൊണ്ട് നടപടി ഉണ്ടാകണമെന്നാണ്. പക്ഷേ ഡോക്ടർ രമ ഒരാഴ്ചത്തേക്ക് ലീവ് എടുത്ത് വീട്ടിൽ പോയി മറ്റുള്ളവരടുത്ത് രാജിവെച്ച് പോകാൻ പറഞ്ഞു. അപ്പോഴും ആ നേഴ്സ് ഇപ്പോഴും അവിടെ ഉണ്ട്. നൈറ്റ് ഡ്യൂട്ടി ഉൾപ്പെടെ അവർക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യം അതുപോലും ചെയ്തിട്ടില്ല സാർ. എന്താന്ന് പോലും ചോദിച്ചിട്ടില്ല. ജാസ്മിൻ അന്ന് ഈ പറയുന്ന ഈ സൈബർ മേഖലയിലെ പ്രചരണം, സൈബർ മേഖലയിലെ മാത്രമല്ലല്ലോ, ഈ പുട്ടിയടിക്കാൻ വൈറ്റ് വാഷ് അടിക്കാൻ നടത്തിയ മാധ്യമപ്രവർത്തകരുടെ അടക്കമുള്ള പ്രചരണം, ഈ പറയുന്ന എന്താണ് പൾസ് ഉള്ളപ്പോൾ എങ്ങനെയാണ് CPR കൊടുക്കുക? അതിനുശേഷം ജാസ്മിൻ പറയുന്നുണ്ട്
ശരീരം നീല നിറത്തിലായി വായിൽ നിന്ന് നുരയും പതയും വന്ന് ബോധം പോയപ്പോഴാണ് CPR കൊടുത്തുകൂടെ എന്ന ചോദ്യമുണ്ടായത്. അത് വ്യാജമാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. സൈബർ PR ആഞ്ഞടിച്ചു. ജാസ്മിൻ ഈ പറയുന്ന ഓക്സിജൻ ഉണ്ട് 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 എന്ന് ആവർത്തിക്കുകയാണ്. ആ വണ്ടിക്ക് ചിലപ്പോൾ സിലിണ്ടർ ഉണ്ടായിരിക്കാം. അത് കണക്ട് ചെയ്യാൻ ജാസ്മിൻ അറിയണമല്ലോ. എന്ന് പറഞ്ഞാൽ ജാസ്മിൻ്റെ വേദന അത്രയും, ഭർത്താവ് നഷ്ടപ്പെട്ട ജാസ്മിൻ്റെ വേദന അത്രയും വ്യാജമാണ് എന്ന് വരുത്തി തീർക്കാൻ കൊണ്ടുപിടിച്ച നീക്കമുണ്ടായി. സർ, മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ 1:54 കറക്റ്റ് 1:54 അവിടുത്തെ ഡോക്ടർ എന്നോട് ചോദിക്കുന്നത് CPR കൊടുത്തോ, എപ്പോഴാണ് അവസാനമായി സംസാരിച്ചത്. എന്നിട്ട് എന്നോട് പുള്ളിക്കാരനൊരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് പറയുന്നത്. ഹൃദയം നിലച്ചതുപോലെയാണ്, മരിച്ചതുപോലെയാണ്, 20 മിനിറ്റായി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് 1:34 ആ നെബുലൈസേഷൻ ചെയറിലിരിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു. ആ സമയത്താണ് ഞാൻ അകത്ത് നിന്ന് നിലവിളിക്കുന്നത്. വിളിച്ചിട്ട് അനങ്ങുന്നില്ല, ചുണ്ടൊക്കെ കറുത്ത് വരുന്നു. മെഡിക്കൽ ഫീൽഡിൽ അതിന് ഓക്സിജൻ കുറയുന്ന സമയത്ത് നീല നിറമാകുന്നു എന്നാണ് പറയുന്നത്. ഞാൻ കീറി വിളിക്കുന്നുണ്ട്, അപ്പോഴും അവർ അനങ്ങുന്നില്ല. ആ നഴ്സ് എന്നോട് ആ സമയത്ത് ചോദിച്ചത്, ഇങ്ങനെയാണോ കൊണ്ടുവരുന്നത്, നിങ്ങൾക്ക് ആംബുലൻസ് ഉണ്ടോ? സാർ, എനിക്കൊരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ 2 വീലറിൽ ഇത്ര റിസ്ക് എടുത്ത് എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോവോ? അതിന് പോലും ഒരു സാമാന്യ മര്യാദ കാണിക്കാത്തവരാണ്. 1:37 ആംബുലൻസിലോട്ട് കയറ്റുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട്, വിളിച്ചിട്ട് അനങ്ങുന്നില്ല, നുരയും പതയും വരുന്നുണ്ട്, ഒന്ന് CPR കൊടുക്കുമോ? ഞാൻ എന്നെ പഠിച്ച ഒരു അറിവ് വെച്ചിട്ടാണ് പറയുന്നത്. ഞങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിലോട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ അപ്പോഴും അവർ കൈകെട്ട് നിൽക്കുകയാണ്. എന്നോട് നഴ്സ് പറഞ്ഞത് നോയിക്കൊണ്ട് നിൽക്കാതെ പിടിക്കുവോ ചെയ്യുന്നു. ഞാൻ പിടിച്ചു, അകത്ത് കയറ്റി. ഇത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു രോഗിയെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? ഒരാൾ കൂടെ ഉണ്ടാവണം. അങ്ങനെ ഒരു പ്രോട്ടോകോളൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ആരും കയറിയില്ല. ഞങ്ങൾ എങ്ങനെയെങ്കിലും പറഞ്ഞയച്ചിട്ട് ഇത് ഇവിടെ പറ്റില്ല കേട്ടോ, വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഇത്രയും പറഞ്ഞു. ഞങ്ങളെ പറഞ്ഞയച്ചു. അവർ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. ഈ പറയുന്ന ഓക്സിജൻ മാസ്ക് വെച്ചാണ് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയത് എന്നും പറയുന്നുണ്ടായിരുന്നു വ്യാജം. പക്ഷേ ഈ പറയുന്ന വീൽ ചെയറിൽ പുറത്തേക്ക് ഇറക്കുന്ന ഭാഗത്തെ വളരെ കൃത്യമായ ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ കള്ളം പൊളിയും. ആ ദൃശ്യങ്ങൾ മാത്രം പുറത്തു വന്നിട്ടില്ല ഇതുവരെ. ജാസ്മിൻ, സാർ പറയുന്ന പോലെ PR വർക്ക് ചെയ്യുന്ന, വൈറ്റ് വാഷ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ ഈ വീഡിയോയ്ക്ക്, ഞങ്ങളുടെ ആ 2 മിനിറ്റുള്ള വീഡിയോയ്ക്കെതിരെ അവർ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവർ ഈ 10 മിനിറ്റ് ഞങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ആ 10 മിനിറ്റുള്ള വീഡിയോയും പുറത്ത് കൊണ്ടുവരണമായിരുന്നു. ആ CCTV ദൃശ്യങ്ങൾ പുറത്ത് കൊണ്ടുവന്നെങ്കിൽ പൊതുജനങ്ങൾ കഴുതകളല്ല എന്ന് പറയാമായിരുന്നു. പക്ഷേ ആ സമയത്തുള്ളതല്ല, ഇവർ ടൈം മാത്രമാണ് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത്. അതായത് ആ സമയത്ത് കൊണ്ടുപോയി എന്നുള്ളത് മാത്രം കാണിക്കാനാണ്. ആ പുറത്ത് കൊണ്ടുവരുന്ന വീഡിയോ കാണിച്ചാൽ കറക്റ്റ് മനസ്സിലാവും എൻ്റെ ഭർത്താവിന് ഒന്നും കൊടുത്തിട്ടില്ല, വീൽ ചെയറിൽ ബോധരഹിതനായിരിക്കുകയാണ്. അപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നത് ബോധം പോയി എന്നാണ്. ആക്ച്വലി ആ സമയത്ത് മരിച്ചതാണ്. എൻ്റെ കൺമുന്നിൽ കിടന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ അദ്ദേഹം മരിക്കുന്നത് എനിക്ക് കാണേണ്ടി വന്നു. ഞാൻ കീറി വിളിച്ചിട്ട് അവരൊന്നും നോക്കിയില്ല. ഇങ്ങനെയാണോ സാർ മെഡിക്കൽ ഫീൽഡിലുള്ളവർ പെരുമാറേണ്ടത്? അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായല്ലോ. അന്വേഷണ റിപ്പോർട്ട് നിയമസഭയുടെ ആരോഗ്യം പറഞ്ഞല്ലേ. അന്വേഷണ റിപ്പോർട്ട് ആദ്യം ചെയ്യേണ്ടതാണ് ഈ പറഞ്ഞ അഫക്റ്റഡ് പാർട്ടി കേൾക്കലാണ്. ഒരു ഒറ്റ വാക്ക് ഇതുവരെ ഞാൻ ചോദിച്ചിട്ടില്ല. എന്നിട്ട് എന്ത് അന്വേഷണം, എന്ത് പ്രഹസനം? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.